ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഹിത്തിനെ മുറിയിലിരുത്തിയിട്ടാണ് അലീന ബാലചന്ദ്രമേനോന്റെ അടുത്തേക്ക് പോയത്. നീളം വരാന്തയിൽ ഒരു തൂണും ചാരി അകലെ കാടുകളിലൂടെ ദിക്കിലേക്ക് നോക്കി ഒരന്യനെ പോലെ അയാൾ നിൽപ്പുണ്ടായിരുന്നു. അച്ഛനെന്താ ഇവിടെ നിന്നു കളഞ്ഞത്? വെറുതെ. ബാലചന്ദ്രൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ ചുവപ്പ് രാശി, കവിൾത്തടങ്ങൾ തിണർത്തിരിക്കുന്നു. അവളുടെ നോട്ടത്തിലും ഭാവത്തിലും അയാൾ വീണ്ടും അനേകം ചോദ്യങ്ങളുടെ മുലകൾ കണ്ടു. സോറി മോളെ, അയാൾ അവളുടെ കൈവിരലുകളിൽ ഞെരുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് പറയാതെ നിവർത്തിയില്ലായിരുന്നു. നമുക്കൊരഭിമാനമില്ലേ? അലീന വിശദാംശങ്ങളൊന്നും ചോദിച്ചില്ല. അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അല്ലെങ്കിലും അവൻ അറിയണം. അവനോട് നീതി കാട്ടണമെന്ന് എനിക്ക് തോന്നി. അവനൊരു കുട്ടിയല്ല, പ്രായപൂർത്തി വന്ന ചെറുപ്പക്കാരനാണ്. അവൻ എന്നെ സംശയത്തോടെ നോക്കുന്നത് എനിക്ക് താങ്ങാൻ വയ്യ. നിനക്ക് വിഷമമായോ മോളെ? ഇല്ലച്ചാ, അവൻ എന്നെ തിരിച്ചറിഞ്ഞല്ലോ. സന്തോഷമേ ആയുള്ളൂ. എനിക്കെന്തെങ്കിലും ഒരാപത്ത് സംഭവിച്ചു പോയാൽ ഇനി അവൻ ഓടിയെത്തിക്കോളുമല്ലോ. ആര് ചോദിച്ചാലും കളങ്കമില്ലാത്ത മനസ്സോടെ അവന് പറയാമല്ലോ ഇതെന്റെ ചേച്ചിയാണെന്ന്. അവളുടെ മിഴികൾ അശ്രുപൂർണമായി. എനിക്ക് സമാധാനമായി. നീ എന്നെ വഴക്കു പറയുമോ എന്നായിരുന്നു എൻ്റെ പേടി. ബാലചന്ദ്രമേനോൻ പറഞ്ഞു. ഞാൻ അച്ഛനെ വഴക്കു പറയാനോ? നിന്റെ ഒരു നോട്ടം മതി. അതിലുണ്ട് പരിഭവം, പിണക്കം, ശകാരം എല്ലാം. ഇല്ലച്ചാ, സ്നേഹക്കൂടുതലേ ഉള്ളൂ. അച്ഛൻ എനിക്ക് എന്തെല്ലാം തന്നു. എൻ്റെ പപ്പയെ പോലും അച്ഛനല്ലേ തന്നത്. ഇപ്പം എൻ്റെ അനുജനെയും. അവളുടെ കണ്ണുകളിൽ കൃതജ്ഞത തിളങ്ങി. ബാലചന്ദ്രമേനോന് തൃപ്തിയായി. ഇനി ഞങ്ങൾ വൈകുന്നില്ല, പോയിക്കോളാം. അത് പറ്റില്ലച്ചാ, ഉച്ചയൂണ് കഴിഞ്ഞിട്ട് പോയാൽ മതി. വേണ്ട മോളെ, സ്റ്റാൻലി തോട്ടത്തിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പേ പോകണം. എന്നെ കണ്ടാൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല. അയാളുടെ പെരുമാറ്റം എനിക്കും പിടിക്കില്ല. പപ്പ ഒന്നും പറയില്ലെന്നേ. അതോർത്ത് അച്ഛൻ വിഷമിക്കേണ്ട. നീ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അയാൾ മുഖമുഷിഞ്ഞ് സംസാരിക്കില്ലായിരിക്കും. എന്നാൽ മനസ്സിൽ അനിഷ്ടം കാണും. മിനിഞ്ഞാന്നു ഞാൻ വന്നതുപോലും സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഇന്ന് വീണ്ടും വന്നിരിക്കുന്നു. കാണുമ്പം വേണ്ട. അലീന 2 നിമിഷം അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ചായ കുടിക്കാമല്ലോ, അതിന് വിലക്കൊന്നുമില്ലല്ലോ, അലീന പറഞ്ഞു. ചായ എടുക്കുന്നതിനിടയിൽ അവൾ രോഹിത്തിനെയും വിളിച്ചുകൊണ്ട് വന്നു. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നെങ്കിലും മുഖത്തെ ആനന്ദവും ചാരിതാർത്ഥ്യവും അഭിമാനവുമെല്ലാം വ്യക്തമായിരുന്നു. ആദ്യക്കുട്ടിച്ചായനും ചായ കുടിക്കാനെത്തി. വല്യപ്പച്ച, ഇതെൻ്റെ. അലീന രോഹിത്തിനെ പരിചയപ്പെടുത്താൻ ഭാവിച്ചപ്പോഴേക്കും ആദ്യക്കുട്ടിച്ചായൻ ഇടയ്ക്ക് കയറി. മേനോൻ എന്നോട് പറഞ്ഞായിരുന്നു മൂത്ത മോനാണെന്ന്. എൻ്റെ ആങ്ങളെയാ വല്യപ്പച്ച. എനിക്ക് മനസ്സിലായി. ചായ കഴിച്ച ഉടൻ തന്നെ ബാലചന്ദ്രൻ മടങ്ങിപ്പോകാനൊരുങ്ങി. അയാൾ രോഹിത്തിനെ വിളിച്ചപ്പോൾ അലീന ഇടപെട്ടു. അച്ഛൻ മാത്രം പോയാൽ മതി. രോഹിത്ത് ഇന്നിവിടെ നിൽക്കട്ടെ. ബാലചന്ദ്രൻ അമ്പരന്നു. അവനിവിടെ നിൽക്കാനോ? സ്റ്റാൻലി വരുമ്പോൾ അവനെ ഓടിക്കും. ഇവിടെ അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ അവനെ കൊണ്ടുവന്നതാണെന്നോ അബദ്ധമായത്? അബദ്ധമൊന്നും ആയിട്ടില്ല. ഒരു ദിവസം അവൻ എൻ്റെ കൂടെ താമസിച്ചോട്ടെ. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർന്നില്ലല്ലോ. എൻ്റെ മോളെ, അവന് പഠിക്കാനുള്ളതല്ലേ. ഏപ്രിൽ എക്സാം തുടങ്ങുകയാ. ബാലചന്ദ്രൻ വിസമ്മതഭാവത്തിൽ നിന്നു. അച്ഛാ. അലീന അടുത്തേക്ക് ചെന്നു. അവൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ട്. എനിക്കവനെ ആശ്വസിപ്പിക്കണ്ടേ? അതിന് സമയം വേണ്ടേ? അച്ഛൻ അത് മനസ്സിലാക്കണം. രോഹിത്ത് ഉത്കണ്ഠയോടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അലീന ചേച്ചിയോടൊപ്പം ഒരു ദിവസമെങ്കിലും നിൽക്കാൻ അച്ഛൻ സമ്മതിക്കണേ എന്ന പ്രാർത്ഥന മനസ്സിൽ ഉരുവിട്ടുകൊണ്ട്. ശരി. ബാലചന്ദ്രൻ സമ്മതമൂളി. കാറിനടുത്ത് വരെ അലീനയും രോഹിത്തും ബാലചന്ദ്രനെ അനുഗമിച്ചു. നാളെ തന്നെ വന്നേക്കണം, ബാലചന്ദ്രൻ രോഹിത്തിനോട് പറഞ്ഞു. രോഹിത്ത് തലയാട്ടി. പോട്ടെ മോളെ. കാർ പോയി കഴിഞ്ഞപ്പോൾ അലീന രോഹിത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു. വാ, നമുക്കൊരുപാട് പണിയുണ്ട്. അവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൾ വീട്ടിനുള്ളിലേക്ക് വേഗം നടന്നു. ഈ കൊച്ചൻ പോയില്ലേ? രോഹിത്ത് തിരിച്ചു വന്നത് കണ്ട് ഔതുക്കുട്ടിച്ചായൻ ചോദിച്ചു. രോഹിത്ത് ഇന്ന് എൻ്റെ കൂടെയാ വല്യപ്പച്ച, അലീന പറഞ്ഞു. ഔതുക്കുട്ടിച്ചായന് അതത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാളുടെ മുഖഭാഗം വ്യക്തമാക്കി. ലാലിച്ചൻ വരുമ്പോൾ ചോദിക്കും ആരാണെന്ന്. എൻ്റെ അനുജനാണെന്ന് ഞാൻ പറയും. അവൻ ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് എല്ലാവരും വേണ്ടേ വല്യപ്പച്ച? പുനലൂരുകാരും അഞ്ചലിലുള്ളവരും കൊല്ലപ്പള്ളിക്കാരും കടപ്പാട്ടൂരിലുള്ളവരും എല്ലാം, അലീന പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾ രോഹിത്തിനെയും കൂട്ടി കിച്ചണിൽ എത്തി. ഊണിൻ്റെ പണിയൊന്നും ആയിട്ടില്ല. ഭക്ഷണകാര്യത്തിൽ പപ്പയെ ഭയങ്കര സ്ട്രിക്റ്റാ. സെക്കൻഡ് സൂചി തെറ്റിയാൽ മതി, വിധം മാറും. അലീന ചുറുചുറുക്കോടെ അടുക്കളയിൽ ഓരോരോ ജോലികൾ ചെയ്തു തുടങ്ങി. രോഹിത്ത് സ്ലാബിൽ ചാരി അവിടെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഇന്നലെ വരെ അലീന എന്നാൽ അവന് ഒരു ചേച്ചിയുടെ സ്നേഹം പകർന്നു നൽകിയ വെറുമൊരു അനാഥ പെണ്ണ് മാത്രമായിരുന്നു. അവൻ്റെ വീട്ടിൽ അടുക്കളപ്പണിക്ക് നിന്ന വേലക്കാരി. ഇന്ന് അവൻ പുതിയൊരു വെളിച്ചത്തിലാണ് അവളെ കാണുന്നത്. ഉദരത്തിൽ പിറവിയെടുത്തവർ എങ്കിലും
വിപരീതം അവളെ ഒരു അനാഥാലയത്തിൽ എത്തിച്ചു. അവൻ സമ്പന്നതയുടെ മടിത്തട്ടിൽ സുഭിക്ഷനായി ജീവിച്ചപ്പോൾ അവൾ ആരുടെയൊക്കെ ഭിക്ഷ നൽകിയ അന്നമുണ്ട് വളർന്നു. വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് മനസ്സിലായി അവൾക്കൊരു അമ്മയും കൂടപ്പിറപ്പുകളും കുടുംബവുമുണ്ട്. അവരെയെല്ലാം കാണാൻ ഒരു വീട്ടുവേലക്കാരിയുടെ വേഷമണിഞ്ഞെത്തിയ അവൾക്ക് കിട്ടിയത് നിന്ദയും അപമാനവും വേദനകളും മാത്രം. രോഹിത് അതെല്ലാം ഓർമ്മയിൽ നിന്ന് വീണ്ടും കണ്ടു. റൈസ് കുക്കറിലേക്ക് അരിയിട്ട് മൂടിയിട്ട് മുറുക്കി തിരിഞ്ഞു നോക്കിയ അലീന കണ്ടത് രോഹിത് സ്ലാബിന്മേൽ ചാരി നിന്ന് കണ്ണു തുടയ്ക്കുന്നതാണ്. അലീന ആശ്ചര്യത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി? ഒന്നുമില്ല. കള്ളം പറയല്ലേ, നിന്റെ കണ്ണ് ഇപ്പോഴും നിറഞ്ഞിരിക്കുന്നല്ലോ. അപ്പോഴേക്കും അത് തുളുമ്പി വീണു. രോഹിത് പെട്ടെന്ന് തന്നെ അത് തുടച്ചിട്ട് അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല ചേച്ചി, സന്തോഷം കൊണ്ടാ. അലീന അവൻ്റെ കാര്യം ഗ്രഹിച്ചു. എന്തിനാണെന്ന് പറ. ഇപ്പം പെട്ടെന്നൊരു സങ്കടം. ഞാൻ ഓർക്കുമായിരുന്നു. ചേച്ചിയെ നോക്കി നിൽക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. അവൻ്റെ തൊണ്ടയിടറി. എനിക്ക് ഓർക്കാൻ പോലും വയ്യ. എന്തെല്ലാം തരത്തിൽ ഞങ്ങൾ ചേച്ചിയെ വിഷമിപ്പിച്ചു. ഞാനും ബബിതയും അമ്മയാണെങ്കിൽ അച്ഛൻ്റെ പേരും പറഞ്ഞ് എന്തുമാത്രം നാണം കെടുത്തി. ചേച്ചിക്കറിയായിരുന്നല്ലോ സ്വന്തം അമ്മയാണെന്ന്. എന്നിട്ടും എങ്ങനെ സഹിച്ചു? അലീന വിഷാദത്തോടെ മന്ദഹസിച്ചു. ആ ഓർമ്മ തന്നെയായിരുന്നു ധൈര്യം. വേറെ ആരുമല്ലല്ലോ പറയുന്നത്. സ്വന്തം അമ്മയല്ലേ. ഞാൻ അമ്മയുടെ മോളാണെന്ന് അമ്മയെ അറിഞ്ഞില്ല. സങ്കടം തോന്നിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഞാനങ്ങ് സഹിച്ചു. ഞങ്ങളെ കടങ്ങളൊക്കെ എങ്ങനെ തീർക്കും ചേച്ചി? രോഹിത്തിൻ്റെ കണ്ടമിടറി. സ്നേഹത്തിൻ്റെ കടങ്ങൾ സ്നേഹിച്ചല്ലേ തീർക്കാൻ പറ്റൂ. എനിക്ക് തിരിച്ചു തരണമെന്നില്ല. അതാർക്കാണോ അത്യാവശ്യമായിരിക്കുന്നത് അവർക്ക് കൊടുത്താൽ മതി. കഴിഞ്ഞതെല്ലാം ഓർക്കുമ്പോൾ ചേച്ചിക്ക് എന്നോടും ഭവതിയോടും ഒരു വിരോധവും തോന്നണില്ലേ? അങ്ങനെ തോന്നിയെങ്കിൽ നീ ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുവോടാ? നീ ഒരു കാര്യം ചെയ്യുക. അലീന ഒരു തേങ്ങാമുറി എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഇതൊന്ന് വേഗം ചുരണ്ടി തന്നേ. തോരനുണ്ടാക്കട്ടെ. ചുമ്മാ നോക്കി നിൽക്കുമ്പോഴാ ഓരോന്നൊക്കെ തോന്നുന്നത്. എൻ്റെ കൂടെ ഒരാഴ്ച നിൽക്കാവോ? സ്നേഹിച്ചത് മതിയേ, എത്രയും വേഗം സ്ഥലം വിട്ടോളാമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടും. അലീന ചിരിച്ചു. ഇല്ല, അവൻ കടുപ്പിച്ചു പറഞ്ഞു. അലീന ചേച്ചിയുടെ കൂടെ എത്ര കാലം നിന്നാലും ഞാൻ പോണമെന്ന് പറയില്ല. ഒരു കൂലിക്കാരനെ പോലെ നിന്ന് ഞാൻ പണിയെടുത്തോളാം. എന്നാലും തീരുമോ എൻ്റെ കടം? രക്ഷയില്ല. അലീന ചിരിച്ചു. ഈ ബാധ ഒഴിപ്പിക്കണമെങ്കിൽ മന്ത്രവാദം തന്നെ വേണ്ടിവരും. രോഹിത് അവൾക്ക് തേങ്ങ ചുരണ്ടിക്കൊടുത്തു. അവളുടെ കൂടെ എല്ലാ ജോലികളിലും സഹകരിച്ചു. പാത്രം കഴുകുകയും തറ തുടയ്ക്കുകയും ചെയ്തു. അവൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴെല്ലാം അവൻ നിർവചനീയമായ ഒരു ആനന്ദം അവൻ അനുഭവിച്ചു. ഉച്ചയോടടുത്ത നേരത്ത് സ്റ്റാൻലി വീട്ടിൽ തിരിച്ചെത്തി. അയാൾ വന്നയുടനെ ആൻ്റപ്പൻ വിവരം അറിയിച്ചു. ആ പാലക്കാരൻ മേനോൻ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചുപോയി. വേറൊരു പയ്യനെയും കൂട്ടിയാ വന്നത്. അവൻ ഇവിടെ ഉണ്ട്. അതാരാ? സ്റ്റാൻലി നെറ്റി ചൊളിച്ചു. ആ മേനോന്റെ മകനാന്നാ കേട്ടത്. സ്റ്റാൻലി ഉടൻ അവധിക്കുട്ടിച്ചായനെ വിളിച്ചു ചോദിച്ചു. അയാളെന്തിനാ അപ്പച്ചാ പിന്നെ വന്നത്? മിനിഞ്ഞാന്ന് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. അയാളുടെ മോനെ കൊണ്ട് വന്നതാ. എന്തിന്? അവൻ അവളെ കാണണമെന്ന് പറഞ്ഞു. അയാൾ കൊണ്ടുവന്നു കാണിച്ചു. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഞാൻ എന്നെ അയാളോട് പറഞ്ഞതല്ലേ എനിക്കതൊന്നും ഇഷ്ടമല്ലാന്ന്. അയാളുടെ മോന് എന്ത് പ്രായമുണ്ട്? 10-20 വയസ്സ് കാണും. എവിടെ അവൻ? കിച്ചണിലുണ്ടായിരുന്നു. അവളുടെ കൂടെ എപ്പോഴും. അത് ശരിയാണോ? അവൻ അറിയാമോ അലീന അവൻ്റെ ഓൺ സിസ്റ്ററാണെന്ന്? മോനല്ലാതെ മറ്റാർക്കും അറിയില്ലെന്നല്ലേ അന്ന് പറഞ്ഞിരുന്നത്? അറിയാത്ത നിലയ്ക്ക് അങ്ങനെയൊരുത്തൻ അവളെ കാണാൻ വന്നതിലും ചുറ്റിപ്പറ്റി നിൽക്കുന്നതിലും ഒരു പന്തികേടില്ലേ? മേനോൻ എന്തുകൊണ്ടാ അവനെ കൂട്ടിക്കൊണ്ടു പോകാതെ ഒറ്റയ്ക്ക് പോയത്? ഇവിടെ നിർത്തിയിട്ട് പോയതായിരിക്കും. അതിന് എൻ്റെ അനുവാദം വേണ്ടേ? എൻ്റെ വീടല്ലേ ഇത്? ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്തിനാ? ഞാനാണോ ഇതിനെല്ലാം ഉത്തരവാദി? ആ പയ്യനെ കണ്ടിട്ട് അപ്പച്ചന് എന്തു തോന്നുന്നു? പാലായിലൊരു പെൺപാണി കേസ് ഉണ്ടായില്ലേ? പത്രത്തിലും ടി വിയിലുമെല്ലാം ഉണ്ടായിരുന്നല്ലോ. മേനോന്റെ മകനും അക്കൂട്ടത്തിലൊരു പ്രതിയായിരുന്നു. അവനാ ഇവൻ. ഓ, ഞാൻ ഓർക്കുന്നുണ്ട്. ഏതോ ഒരു ബാലചന്ദ്ര മേനോന്റെ മകനായിരുന്നു പ്രതിയിലൊരാൾ. അത് തന്നെ. ആൻ്റപ്പൻ ആളെ കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞു. ഈ ചെക്കൻ്റെ കഥയൊക്കെ അലീനമോള് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻലി ആൻ്റപ്പനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. പപ്പ വന്നെന്നറിഞ്ഞ് അലീന രോഹിത്തിനെയും കൂട്ടി പരിചയപ്പെടുത്താനായി സ്റ്റാൻലിയുടെ മുറിയിലേക്ക് വന്നു. സ്റ്റാൻലിയുടെ മുമ്പിൽ മദ്യക്കുപ്പിയും ഗ്ലാസും സോഡയും ഐസ് ക്യൂബും നിരത്തി വെച്ചിരിക്കുന്നു ആൻ്റപ്പൻ. സ്റ്റാൻലി ആദ്യത്തെ പെഗിൻ്റെ പാതി കുടിച്ച് ഗ്ലാസ് ടീപ്പോയ്ക്ക് മീതെ വെച്ചു. പപ്പ, അലീന ഉത്സാഹത്തോടെ പറഞ്ഞു. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. പപ്പയെ പേടിച്ച് വേഗം സ്ഥലം വിട്ടു. ഇതാരാണെന്നറിയുമോ പപ്പയ്ക്ക്? അയാൾ രോഹിത്തിന് നേർക്ക് വിരൽ ചൂണ്ടിക്കാട്ടി. ആൻ്റപ്പൻ പറഞ്ഞു മേനോന്റെ മകൻ വന്നിട്ടുണ്ടെന്ന്. സ്റ്റാൻലി രോഹിത്തിന്റെ മുഖത്തേക്ക് നോക്കാതെ ഉദാസീനമായി പറഞ്ഞു.
അത് രണ്ടാമത്തെ കാര്യം. പപ്പ എൻ്റെ അനുജനാണിത്. അതിനാണ് ഒന്നാം സ്ഥാനം. ശരിക്കും ഞാൻ ഇവൻ്റെ ചേച്ചിയാണെന്ന് അറിഞ്ഞപ്പോൾ എന്നെ കാണാൻ ഓടി വന്നതാ. പേര് പറഞ്ഞില്ലല്ലോ. രോഹിത്ത്. അലീന അഭിമാനത്തോടെ പരിചയപ്പെടുത്തി. എന്തോ പെൺവേണിപ്പ് കേസിലെ പ്രതിയായിരുന്നു അല്ലേ? ന്യൂസ് പേപ്പറിൽ ഫോട്ടോ കണ്ടിട്ടുണ്ട്. മുഖത്ത് അടിയേറ്റതുപോലെയായി രോഹിത്ത്. അലീനയുടെ മുഖവും വിളറിപ്പോയി. പപ്പ, രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവൻ നിരപരാധിയാണെന്ന ആ പെൺകുട്ടി പോലും മൊഴി കൊടുത്തത്. ഓക്കെ, എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ താല്പര്യമില്ല. ആൻ്റപ്പ, ഈ സോഡ തണുത്തിട്ടില്ല. ഫ്രിഡ്ജിൽ വെച്ചില്ലായിരുന്നു. ഫ്രിഡ്ജിലിരുന്ന് തണുത്ത സോഡ തന്നെയാണ് സാബ്, ആൻ്റപ്പൻ പ്രതിവചിച്ചു. ഇങ്ങനാണോടോ തണുത്ത സോഡ? ഇയാൾ എന്നെ പഠിപ്പിക്കുകയാണോ? സ്റ്റാൻലി ആൻ്റപ്പൻ്റെ നേർക്ക് ഗർജിച്ചു. അലീന സ്റ്റാൻലിയെ നോക്കി ഏതാനും നിമിഷം നിന്നു. സ്റ്റാൻലി ആരെയും നോക്കാതെ ഐസ് ക്യൂബുകൾ പെറുക്കി ഗ്ലാസ്സിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു. അലീന രോഹിത്തിനെയും കൂട്ടി പതിയെ മുറിവിട്ടിറങ്ങി ഇടനാഴിയിലേക്ക് നടക്കുമ്പോഴേക്കും രോഹിത്തിൻ്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. സാരമില്ല കേട്ടോടാ. അവൾ അവൻ്റെ കവിളത്ത് തലോടി. പപ്പയ്ക്കിന്ന് മൂഡ് ശരിയല്ല. തോട്ടത്തിൽ വെച്ച് ആരെങ്കിലും പപ്പയെ ദേഷ്യം പിടിപ്പിച്ച് കാണും. പപ്പയ്ക്ക് ചെറിയ കാര്യം മതി. ഇപ്പം കണ്ടില്ലേ, സോഡ തണുത്തില്ല എന്നും പറഞ്ഞ് ആൻ്റപ്പൻ ചേട്ടൻ്റെ അടുത്ത്. എന്നോടും ഇങ്ങനെയാ ചിലപ്പോൾ. ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അവൻ്റെ തൊണ്ടയിടറി. പപ്പയ്ക്കാണേ നല്ലല്ലോ നീ വന്നത്. എന്നെ കാണാനല്ലേ? 1 മണിക്ക് സ്റ്റാൻലിയും അത് കുട്ടിച്ചാനും ഊണ് കഴിക്കാൻ ഡൈനിങ് റൂമിലെത്തി. അലീന ഭക്ഷണമെല്ലാം വിളമ്പി അവരോടൊപ്പം രോഹിത്തിനെയും അവൾ പിടിച്ചിരുത്തി. അലീനയും ഇരുന്നു. ഊണുമേശയിൽ വെച്ചും സ്റ്റാൻലി രോഹിത്തിനോട് സംസാരിക്കാതെ മനഃപൂർവ്വം അകലം പ്രകടിപ്പിച്ചു. പക്ഷേ അലീന അവനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഊണിന് ശേഷം TV കണ്ടുകൊണ്ട് അലീനയും രോഹിത്തും മുറിയിലിരുന്നു. പിന്നെ അവൾ അവനെ കൂട്ടിക്കൊണ്ട് വീട്ടുവളപ്പ് ചുറ്റി നടന്നു. നായ്ക്കൾ. അവൾ രോഹിത്തിനെ പരിചയപ്പെടുത്തി. എൻ്റെ അനുജന, ഉപദ്രവിച്ചേക്കരുത്. അവൾ പ്രാക്കൂടിനരികെ ചെന്നപ്പോൾ പ്രാവുകൾ അവൾക്ക് ചുറ്റും പറന്നിറങ്ങി. അവരോടും അവൾ പറഞ്ഞു, എൻ്റെ ആങ്ങളെയാണ് കേട്ടോ. എല്ലായിടത്തും അവൾ അവനെ കൊണ്ടു നടന്നു. ബൈജുവും രാജപ്പനും പരിചയപ്പെടുത്തി. അലീന രോഹിത്തിനെയും കൂട്ടി ആനന്ദാർഷത്തോടെ അങ്ങനെ ചുറ്റി നടന്ന് കണ്ണാടി ജനലിലൂടെ സ്റ്റാൻലി കണ്ടു. കുറേ സമയം അങ്ങനെ നോക്കി നിന്ന ശേഷം അയാൾ അവധക്കുട്ടിച്ചായനെ അയച്ച് അലീനയെ വിളിപ്പിച്ചു. അലീന സ്റ്റാൻലിയുടെ റൂമിൽ ചെന്നു. അവൻ ഇന്ന് തിരിച്ചു പോകുന്നില്ലേ? സ്റ്റാൻലി പരുഷ സ്വരത്തിൽ ചോദിച്ചു. ആരാ പപ്പ? രോഹിത്താണോ? അവൻ്റെ പേരൊന്നും എനിക്കറിയില്ല. മേനോൻ്റെ മകൻ രോഹിത്ത്. നാളെയേ പോകുന്നുള്ളൂ പപ്പ. ഇന്ന് പോയാലും അങ്ങ് എത്തുമല്ലോ പപ്പ. 3 മണിയായില്ലേ? ഒരു ദിവസം ഞാനിവിടെ താമസിച്ചാൽ എന്താ പപ്പ? പക്ഷേ അതിൻ്റെ ആവശ്യമെന്ത്? കാണണമെന്ന് തോന്നി, വന്നു, കണ്ടു. ഇനി പോയിക്കൂടെ? അവൻ എൻ്റെ ആങ്ങളെയല്ലേ. അതെന്താ പപ്പ ഓർക്കാത്തത്? അതൊക്കെ ഒരു ബന്ധമാണോ അലീന? വേറെ ഏതോ ഫാമിലി, വേറെ ഏതോ റിലീജിയൻ, വേറൊരു കൾച്ചർ. നീ ഇതൊക്കെ വിട്ട് കളയണം. അലീന കൈകൾ മാറിൽ പിണച്ചു കെട്ടി. അങ്ങനെ നോക്കിയാൽ എനിക്ക് ഈ വീട്ടിൽ എന്താ കാര്യം? കഴിഞ്ഞ 23 വർഷക്കാലം ഞാൻ നിന്നത് ഒരു അനാഥാലയത്തിലല്ലേ? പല വീടുകളിൽ നിന്ന് ദാനം കിട്ടിയ പഴയ ഉടുപ്പുകളായിരുന്നു വസ്ത്രം. കീറിത്തുന്നിയ പുതപ്പ് വാരി പുതച്ച് തണുത്ത തറയിൽ കിടന്ന ദിവസങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ലാതിരുന്ന ബന്ധങ്ങൾ ഇനി എനിക്കെന്തിനാ? അന്ന് കിട്ടാതിരുന്ന സ്നേഹവും ലാളനയും സുഖസൗകര്യങ്ങളും ഇപ്പോഴെന്തിനാ? അങ്ങനെ വിചാരിക്കാമല്ലോ എനിക്ക്. അവൾ വീറോടെ ചോദിച്ചു. ഞാനിവിടെ വന്ന് താമസിക്കുന്നത് എൻ്റെ പപ്പയുടെ സ്നേഹം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു മാത്രമാണ്. ഒരുപാട് വൈകി കിട്ടുന്ന സ്നേഹമായതുകൊണ്ട് ഞാനിത് വലിയ വിലയായിട്ട് കണ്ടു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അനുജൻ്റെ സ്നേഹവും. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവരാണ് ഞങ്ങൾ 2 പേരും. എന്നെ കാണാൻ വേണ്ടി മാത്രമാണ് അവൻ വന്നത്. അതും എനിക്ക് വൈകി കിട്ടിയ സ്നേഹമാ പപ്പ. എതിർത്താൽ എനിക്ക് അവനോടുള്ള സ്നേഹം ഇല്ലാണ്ടാവുമോ? ഒരിക്കലുമില്ല. എനിക്കവനെ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ ജീവനെ പോലെ. സ്റ്റാൻലി സ്തബ്ധനായി ഇരിക്കുകയാണ്. അലീനയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണമൊന്നും അയാൾ പ്രതീക്ഷിച്ചില്ല. അതിന് ഞാനൊരു കുറ്റവും പറഞ്ഞില്ലല്ലോ. അവൻ ഇന്നിവിടെ താമസിക്കേണ്ട കാര്യമുണ്ടോ എന്നല്ലേ ചോദിച്ചുള്ളൂ. അല്ല, ഞാൻ കൊണ്ടുവന്നു പരിചയപ്പെടുത്തിയപ്പോൾ പപ്പ അവൻ്റെ മുഖത്ത് നോക്കിയില്ല, സംസാരിച്ചില്ല, പേര് പോലും ചോദിച്ചില്ല. പകരം പെൺവാണിപ്പ കേസിലെ പ്രതിയെന്ന് ചോദിച്ചു. അതിനേക്കാൾ ഭേദം അവൻ്റെ മുഖത്തടിക്കുന്നതായിരുന്നു. പപ്പയുടെ വീടായതുകൊണ്ട് പപ്പയ്ക്ക് എന്തുമാകാം. ഇറങ്ങിപ്പോകാൻ പറയാം. പക്ഷെ ഞാനുണ്ടവന്. ഞാൻ അവനെ ആശ്വസിപ്പിക്കും. ലാലിച്ചൻ ഇപ്പോൾ അലീനയുടെ നേർക്ക് പൊട്ടിത്തെറിച്ചേക്കുമെന്നായിരുന്നു അവധക്കുട്ടിച്ചായൻ്റെ ഭയം. പക്ഷേ പകച്ചിരിക്കുകയാണ് ലാലിച്ചൻ. കണ്ണിലൂറിയ നീർത്തുള്ളി കവിൾത്തടങ്ങളിലൂടെ ഒപ്പിയിട്ട് അലീന ചോദിച്ചു. പോയിക്കോട്ടെ? സ്റ്റാൻലി വെറുതെ തലയാട്ടി. അലീന മുറിവിട്ടിറങ്ങിപ്പോയി. സ്റ്റാൻലി അവധക്കുട്ടിച്ചായനെ നോക്കി.
അയാൾ പെട്ടെന്ന് മുകളിലേക്ക് നോട്ടം തിരിച്ച് ഫാനിന് എത്ര ലീഫുകളുണ്ടെന്ന് എണ്ണാൻ തുടങ്ങി. രാത്രിയിൽ അലീന അത്താഴം വിളമ്പി ഊണുമേശയിൽ എത്തിക്കുന്ന തിരക്കിലായിരുന്നു. രോഹിത് കുളിച്ചു വന്ന മുറിയിലിരുന്ന് TV കാണുകയാണ്. പിന്നിൽ കാലൊച്ച കേട്ട് രോഹിത് തല തിരിച്ചു നോക്കി. സ്റ്റാൻലി. രോഹിത് പെട്ടെന്ന് എഴുന്നേറ്റു. ഭക്ഷണം കഴിക്കണ്ടേ? സ്റ്റാൻലി ചോദിച്ചു. തന്നോടാണോ എന്നറിയാൻ രോഹിത് തൻ്റെ പുറകിലേക്ക് പാളി. അവിടെ ആരുമില്ല. അതോ കഴിച്ചോ? സ്റ്റാൻലി വീണ്ടും ചോദിച്ചു. കഴിച്ചില്ല, അവൻ പെട്ടെന്ന് പറഞ്ഞു. എന്നാൽ വാ, അതിന് സമയമായി. രോഹിത് സംശയിച്ചാണ് സ്റ്റാൻലിയുടെ പിന്നാലെ ചെന്നത്. രണ്ടുപേരും കൂടി ഒന്നിച്ചു വരുന്നത് കണ്ട് അലീന അത്ഭുതപ്പെട്ടു. അവൾ രോഹിത്തിനെ വിളിക്കാൻ പോകാൻ ഭാവിക്കുകയായിരുന്നു. അത് കുട്ടിച്ചാൻ അല്പം കൂടി കഴിഞ്ഞാണ് വന്നത്. സ്റ്റാൻലി അലീനയോട് സംസാരിച്ചതേയില്ല. പപ്പയ്ക്ക് അല്പം പരിഭവമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അത്താഴത്തിന് ശേഷം രോഹിത് മെല്ലെ കിച്ചണിലേക്ക് നീങ്ങി. ഒതുക്കത്തിൽ അവൻ അലീനയോട് പറഞ്ഞു. അലീന ചേച്ചിയുടെ പപ്പ എന്നോട് സംസാരിച്ചു. എന്ത് സംസാരിച്ചു? എന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചു. അലീന വിസ്മയത്തോടെ അവനെ നോക്കി. ഞാനിതെല്ലാം ഒതുക്കി വെച്ചിട്ട് വരാം. നീ റൂമിൽ പോയിരുന്ന് TV കണ്ടോ? നിനക്ക് കിടക്കാനുള്ള മുറി ഞാൻ വന്നിട്ട് ശരിയാക്കി തരാം കേട്ടോ. രോഹിത്തിനെ പറഞ്ഞയച്ച ശേഷം അലീന കിച്ചണിലെ ജോലികൾ തീർത്തു. അവൾ മുറിയിലെത്തിയപ്പോൾ രോഹിത് അവിടെയില്ല. അലീന ഇരിപ്പുമുറിയിലും നീളൻ വരാന്തയിലും ലോണിലും പോയി നോക്കി. അവിടെ എങ്ങുമില്ല. കേണൽ സാബ് വിളിച്ചോണ്ട് പോണ കണ്ടു. ആൻ്റപ്പൻ അലീനയോട് പറഞ്ഞു. അലീന സ്റ്റാൻലിയുടെ മുറിയിലെ വാതിക്കൽ ചെന്ന് നോക്കി. അവിടെ കണ്ട കാഴ്ച അവളെ ആശ്ചര്യപ്പെടുത്തി. പപ്പയും രോഹിത്തും കൂടി ചെസ് കളിക്കുന്നു. വല്യപ്പച്ചൻ കാഴ്ചക്കാരനായി ഇരിപ്പുണ്ട്. നനയുന്ന മിഴികളോടെ അലീന അല്പനേരം നോക്കി നിന്നു. പിന്നെ തിരിച്ചു പോന്നു. രോഹിത്തിന് കിടക്കാനുള്ള മുറി ഒരുക്കിയ ശേഷം അവൾ വീണ്ടും സ്റ്റാൻലിയുടെ മുറിയിൽ ചെന്നു. കളി തീർന്നിട്ടില്ല. ചെസ് ബോർഡിലേക്ക് കണ്ണും നട്ട് ഇരിക്കുകയാണ് പപ്പയും രോഹിത്തും. രോഹിത്തിൻ്റെ മൂവായിരുന്നു അടുത്തത്. അവൻ കരുനീക്കം നടത്തിയതും സ്റ്റാൻലി കുതിരയെ എടുത്തു വെച്ച് ചെക്ക് പറഞ്ഞു. രോഹിത് ആകെയൊന്നും നോക്കി. രക്ഷയില്ല. അടിയറവ്. അവത് കുട്ടിച്ചായന് പറഞ്ഞു. ജേതാവ് അവൻ്റെ നേർക്ക് കൈ നീട്ടി. അവൻ ആ ഷേക്ക് ഹാൻഡ് സ്വീകരിച്ചു. പക്ഷെ നീ നന്നായി കളിച്ചു. സ്റ്റാൻലി അവനെ അഭിനന്ദിച്ചു. താങ്ക് യു. പോയി കിടന്നു, രാവിലെ കാണാം. സ്റ്റാൻലി എഴുന്നേറ്റു. അലീന രോഹിത്തിനെയും കൊണ്ട് തിരിച്ചു പോന്നു. അവനായി ഒരിക്കൽ മുറിയിൽ എത്തിച്ചു. ഞാൻ വിചാരിച്ചതുപോലെ അല്ല കേട്ടോ. അലീന ചേച്ചിയുടെ പപ്പ എന്നോട് കുറേ സംസാരിച്ചു. എവിടെയാ പഠിക്കുന്നേ, ഏത് കോഴ്സിനാ എന്നെല്ലാം ചോദിച്ചു. പപ്പയെ എന്നെ വന്ന് വിളിച്ച് ചെസ് കളിക്കാൻ. അലീന മൂളി. നീ കിടന്നു? ഇല്ല, എനിക്ക് ഉറങ്ങണ്ട. അലീന ചേച്ചിയുടെ അടുത്ത് ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം. നാളെ എനിക്ക് തിരിച്ചു പോകണ്ടേ? ശരി, ഞാനിപ്പം വരാമേ. അവൾ മുറിവിട്ടിറങ്ങി നേരെ സ്റ്റാൻലിയുടെ മുറിയിലേക്ക് പോയി. അവസാനത്തെ സിപ്പും എടുത്ത ശേഷം സ്റ്റാൻലി ഒഴിഞ്ഞ ഗ്ലാസ് ജനൽപ്പടിയിൽ വെച്ചു. എരിഞ്ഞു തീരാറായ സിഗരറ്റ് ആ സ്ട്രേയിൽ കുത്തിക്കെടുത്തി തുറന്നു കിടന്ന ജലപ്പാളി അടച്ചു. ഡോർ ഹാൻഡിൽ തിരിക്കുന്ന ശബ്ദം കേട്ട് അയാൾ മെല്ലെ തലതിരിച്ചു നോക്കി. അലീനയാണ്. അവൾ അയാളുടെ നേർക്ക് നോക്കി. 2 നിമിഷം മാറി നിന്നു. സ്റ്റാൻലി ജനലിൻ്റെ കൊളുത്തിട്ടു. അഴികൾക്കിടയിലേക്ക് ഞെരുക്കി വെച്ചിരുന്ന വിരി നിവർത്തിയിട്ടു. പപ്പ. തൊട്ടു പിന്നിൽ അയാൾ വിളിയൊച്ച കേട്ടു. സ്റ്റാൻലി അത് കേൾക്കാത്ത മട്ടിൽ ജനാലവിരി ചുളികൾ വിടർത്തിക്കൊണ്ടിരുന്നു. പപ്പയ്ക്ക് എന്നോട് ദേഷ്യമാണോ? എന്തിന്? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട്. അത് കഴിഞ്ഞില്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. സോറി പപ്പ. ഞാൻ പപ്പയോട് അങ്ങനെയൊന്നും പറയരുതായിരുന്നു. സോറി. നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. മുഖത്ത് നോക്കാതെയാണ് സംസാരിക്കുന്നത്. കാണുന്നവർക്ക് തോന്നും ജനലിനപ്പുറത്ത് മറ്റാരോ നിൽപ്പുണ്ടെന്നും അവരോടാണ് പറയുന്നതെന്നും. ഞാൻ എൻ്റെ അപ്പോഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ പപ്പ. സോറി. ഓക്കെ. പപ്പയുടെ പിണക്കം മാറിയില്ല. മുഖം കാണുമ്പോൾ അറിയാം. എനിക്ക് കിടക്കാൻ സമയമായി. വാതിലടയ്ക്കണം. അലീന അയാളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് അല്പനിമിഷങ്ങൾ കൂടി നിന്നു. പിന്നെ പിന്തിരിഞ്ഞു നടന്ന് മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങി വാതിൽ അടച്ചു. സ്റ്റാൻലി കിടക്കയിൽ വന്നിരുന്നു. എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥത അയാളെ മതിച്ചു. അല്പനേരം കിടന്നു നോക്കി. കിടക്കാൻ വയ്യ. സ്റ്റാൻലി എഴുന്നേറ്റ് ചുരുട്ടു കൊളുത്തി. 2 or 3 കവിൾ പുകയെ എടുത്തുള്ളൂ. ഒരിക്കലുമില്ലാത്ത വിധം അതിന് കയ്പായിരുന്നു. ഒരു കുറ്റബോധം അയാളുടെ മനസ്സിനെ ഗ്രസിച്ചു. തൻ്റെ മകൾ ഇവിടെ വന്ന് ക്ഷമ പറഞ്ഞപ്പോൾ അവളെ ആശ്വസിപ്പിക്കേണ്ടതായിരുന്നു. മനസ്സിലെ വികാരങ്ങൾക്ക് നിർവിരുദ്ധമായ നിലപാടെടുത്തതുകൊണ്ട് എല്ലായ്പ്പോഴും മുന്നിൽ കയറി തടസ്സം നിൽക്കുന്ന തൻ്റെ ഗർവിനോട് ഇപ്പോൾ അയാൾക്ക് കടുത്ത ദേഷ്യം തോന്നി. അലീന ഉറങ്ങാൻ കിടന്നു കാണുമോ? ഇല്ല. അവൾ രോഹിത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ ചെന്ന് ഒരു ഗുഡ് നൈറ്റ് പറയണം. അല്ലെങ്കിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല അയാൾക്ക് തോന്നി. സ്റ്റാൻലി ചെന്ന് വാതിൽ തുറന്നു. ഒരു നിമിഷം അയാൾ സ്തബ്ധനായി നിന്നുപോയി. വാതിലിനപ്പുറത്ത് ഭിത്തിമേൽ ചാരി അലീന നിപ്പുണ്ട്. നീ പോയി കിടന്നില്ലേ? അയാൾ ചോദിച്ചു. അലീന പതിയെ മുഖം തിരിച്ചു നോക്കി. 2 കവിളത്തും ഓരോ കണ്ണീർ ചാലുകൾ തിളക്കം കാണാം. സ്റ്റാൻലിക്ക് വല്ലായ്മയായി.
നീ എന്താ ഇവിടെ നിൽക്കുന്നേ? വേണ്ട, പപ്പ എന്നോട് മിണ്ടണ്ട. കൊച്ചു കുട്ടികളുടെ ശാഠ്യത്തോടെ അവൾ മുഖം വെട്ടിച്ചു. സ്റ്റാൻലി കൈനീട്ടി അവളുടെ തോളത്ത് സ്പർശിച്ചു. വേണ്ടല്ലോ വിധിപ്പിക്കൊണ്ട് അവൾ ഭിത്തിയുടെ നിരങ്ങി മാറി. സ്റ്റാൻലി വീണ്ടും ഒരു ചുവട് മുന്നോട്ട് വെച്ചു. അവളുടെ ചുമലിൽ പിടിച്ചു. മറ്റേ കൈകൊണ്ട് അവളെ വിതുമ്പുന്ന മുഖം പിടിച്ചുയർത്തി. പോട്ടെ, സാരമില്ല, അയാൾ ആശ്വസിപ്പിച്ചു. പതിയെ അവളെ അണച്ചു പിടിച്ചതും അവൾ അയാളുടെ വശത്തിലേക്ക് ശിരസർപ്പിച്ച് ഏങ്ങലടിച്ചു. പപ്പ എന്നെ വഴക്കു പറഞ്ഞു, അടിച്ചു. എന്നാലും പിണങ്ങിയിരിക്കല്ലേ, അതെനിക്ക് സഹിക്കാൻ വയ്യ. സാരമില്ല, സാരമില്ല. അവളുടെ ശിരസിൽ തലോടി ആശ്വസിപ്പിക്കവേ സ്റ്റാൻലി കണ്ണിലും നനവ് പടർന്നു.